പിന്നെ ഇതാണ് മുട്ടപ്പഴം. ഇതിൻ്റെ മുട്ടപ്പഴം എന്ന് പേര് വരാൻ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് മുട്ടപ്പഴം എന്നാ പറയുക. ഇത് ചെറുതാണ്, ഇതിലും വലുതാവുകയും ചെയ്യാം. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പൊളിച്ചത് കണ്ട, മുട്ടേൻ്റെ ഉള്ളിലുള്ള മഞ്ഞ പോലെ. പിന്നെ ഏകദേശം അതേപോലത്തെ ഒരു സ്മെല്ലും ഉണ്ടാവും. ഇതിൻ്റെ തൊലി വളരെ നൈസാണ്. അങ്ങനെ ചെറുങ്ങനെ ഇതാക്കുക വേണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു കുരുവുണ്ട്, ആ കുരു കാണിച്ചാലേ. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എടുക്കാം. പിന്നെ നല്ലൊരു ഒരു നല്ല ടേസ്റ്റുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരം, വലിയ മധുരമല്ല. നമ്മൾ മുട്ടയുടെ മഞ്ഞ എങ്ങനെയാണ് വായിലിടുമ്പോൾ ഉണ്ടാവുക അതേപോലത്തെ ടേസ്റ്റാണ് ഇതാണ് ഉണ്ടാവുക. ഇതിലുള്ള കുരു കണ്ട, നമ്മളെ ചക്കക്കുരുവൊക്കെ ഇല്ലേ, അതിൻ്റെ വലിപ്പമാണ്. ഇത് കുരു നട്ടിട്ടാണ് ഉണ്ടാക്കുക, തൈ ഉണ്ടാവുക. നല്ലതാണ്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ കുരു ഇതാ കണ്ടില്ലേ, ഇതാണ് മുട്ടപ്പഴം. ഇതുകൊണ്ട് അതിന് മുട്ടപ്പഴം എന്ന് പറയുന്ന മഞ്ഞ കളറുള്ളതുകൊണ്ട്. ഓക്കെ, ഒരു നടണം. വലിയ മധുരമില്ല, കഴിക്കാൻ